ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അയ്യോ, ഞാനാണെങ്കിൽ രാവിലെ ഇച്ചിരി ലേറ്റ് ആയി പോയി. നമുക്ക് ഇന്ന് ഷൂട്ടുണ്ട്, ഷൂട്ട് ഡേ ആണ്. അപ്പം അതിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഞാൻ നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങിയാണ്, പക്ഷേ ചെറിയൊരു ടാഗ് അടിച്ചു പോയി. ഷൂ അതിലങ്ങനെയാണ് നമ്മൾ എന്താ എവിടെയും നേരത്തെ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് എവിടുന്നെങ്കിലൊക്കെ ചെറിയ ഡിലേ വരും. അതൊക്കെ ഇന്ന് ഷൂ ആണ് ഡിലേ വന്നത്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജൂലൈ 11. സോ ഇന്ന് മുതലാളിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി മുതലാളി ഞാൻ വർഷബി. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഷൂട്ട് ആൾക്കാർക്ക് വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മനോരമയിൽ ഒരു ചെറിയ എപ്പിസോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പം ഞാൻ എന്ത് ചെയ്ത് മുതലാളിക്കും മുതലാളിയുടെ വൈഫിനും വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ബുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നിലവിൽ അത് കൊടുക്കാം. ഇപ്പം ഇറങ്ങണം, ഷൂട്ടും ഉണ്ട്. ഞാനവിടെ 7:30 എത്തിയത്തേക്ക് മുതലാളി പോയതിരിക്കും. ഓക്കെ, 8 മണിക്കൂടെ എത്തണ്ടല്ലേ. സോ ലെറ്റ്സ് ഗോ ടു ചീനവരെ ആൻഡ് ഗിവ് ദം സർപ്രൈസ്. ഇങ്ങനെയുള്ള സർപ്രൈസ് ആവുമല്ലയോ? എൻ്റെ നമുക്ക് പോയി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു നീണ്ട യാത്രയ്ക്ക് ഒരു വിളിച്ചു ചീനവരെ എത്തിയിട്ടുണ്ട്. അയ്യോ, ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഇത് പോയി. ഒരെണ്ണത്തിൻ്റെ ഇത് പോയി. എത്തിച്ചിട്ടുണ്ട്. അവിടെ കാപ്പ് കുടിക്കാൻ ഇറങ്ങി കൊണ്ട് കൊടുത്ത് നോക്കാം എന്താവുന്നുള്ളത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. நினைவுகளாக அலையை இங்கே மிஞ்சுதே, நூலருந்த பட்டம் போல உன்னை சுற்றி நானும் ஆட, கைகள் நீட்டி நீயும் பிடிக்க காத்திருக்கிறேன். അങ്ങനെ നമ്മൾ ഫസ്റ്റിലത്തെ നമ്മൾ ബൊക്കെ കൊടുത്ത് നമ്മൾ പെട്ടെന്ന് ഹറിബറി വന്നു വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകാനുള്ള സമയം 8 മണിക്കൂടെ അതായത് 8 മണിക്ക് നമ്മൾ ഫ്ലോറിൽ കയറണം. അപ്പം 7:00 നമ്മളോട് നിന്ന് ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തപ്പോഴത്തേക്ക് 7:29 പറ്റിയൊക്കെ അപ്പോഴത്തേക്കും നേരെ കഴിച്ചിട്ട് നേരെ അപ്പോൾ തന്നെ ഇറങ്ങി. അപ്പോഴത്തേക്ക് അതൊക്കെ ഒന്നും എടുക്കാൻ പറ്റില്ല. നേരെ കൊണ്ട് കൊടുത്ത് അവർ ഹാപ്പി ചെയ്തു. രണ്ടുപേരും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഇത് കിട്ടുമെന്നുള്ള സാധനം പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ഹാപ്പി ആയി. അതെന്തായാലും നന്നായി. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മഴവില്ല ടീമെല്ലാം വേണം. നമ്മുടെ മന്തി കഴിക്കാൻ പോകുന്ന ടീം അറിയാമല്ലോ, അന്നൊക്കെ മന്തി കഴിക്കാൻ പോകുന്ന ടീമൊക്കെ. അപ്പോൾ നമ്മൾ മന്തി ടീമെല്ലാം കൂടെ ഒരു കേക്ക്, ചെറിയൊരു കേക്ക് അവിടെ മുറിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ കേക്ക് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. വെറൈറ്റി കേക്കാണ് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയത്. ഞാൻ കാണിച്ചു തരാം. ആയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരും, വന്നപ്പോൾ ഞാൻ സെറ്റാക്കി കാണിച്ചു തരാം. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക കേക്ക് എഴുതിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം. വെറൈറ്റി. അയ്യോ, ഞങ്ങളുടെ കേക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല കൊള്ളാമല്ലോ. ചേട്ടൻ ലവ് ബൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. അല്ല, അപ്പോൾ ഇതാണ് കേക്ക്. അപ്പം ഇനിയിപ്പോൾ ഇത് നേരെ ഫസ്റ്റ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി കാർത്തികേയൻ വർഷ. ഓക്കെ, സെറ്റ്. അപ്പം അടുത്തടാ ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നു, മഴവില്ലിൽ പോകുന്നു. കട്ട് ചെയ്യുന്നു. മഴവില്ലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ പണി പോണ കേസാണ്. സോ ഇത് ഇവിടെ കൊണ്ട് കട്ട് ചെയ്യണം. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബായ്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. സോനു നന്ദു ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി. ഇനി എന്താ പറയുക വെച്ചാൽ ഇനിയിപ്പോൾ മുതലാളി ഇപ്പോൾ അവർക്ക് എന്താ ഡിന്നർ എന്താ ഉണ്ട്, വെഡ്ഡിങ് ആനിവേഴ്സറി ഡിന്നർ എന്നുണ്ട്. അപ്പോൾ അവർ അതിനെന്താ പോകണേന് ഞാൻ എന്താ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പം എന്തായാലും റൂമിലോട്ട് വേണം, റൂമിലോട്ട് ഫ്രഷ് ആവണം. അതാണ് ഏറ്റവും ലൈവ്. സോ ലെറ്റ്സ് ഗോ ഫോർ റൂം. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിൽ എത്തി, ഫ്രഷായി റെഡിയായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. വന്നപ്പോൾ ഞാൻ വന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഷവറിൽ പോയി ഒന്ന് കുളിക്കുമ്പോഴത്തേക്ക് ആ ഒരു ആശ്വാസം കിട്ടത്തുള്ളൂ. വന്ന് പറഞ്ഞാൽ അത് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പുറത്തോട്ട് പോകാൻ വേണം, നേരെ പുറത്തേക്ക് പോകാൻ ആവശ്യം നമ്മളിലുള്ളത് മിസ്റ്ററി ബോക്സ് ഉണ്ട്, ചാർജർ കേബിൾ അടുത്താണ്, എക്സ്ട്രാ എന്തെങ്കിലും സേഫ്റ്റിക്ക് ഉണ്ട്, പിന്നെ മൈക്ക്, പിന്നെ അത് സംഭവങ്ങളൊക്കെ. മിസ്റ്ററി ബോക്സ് എപ്പോഴും ഉണ്ടാവും. ഏത് മിസ്റ്ററി ബോക്സിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, എന്ത് വാങ്ങുന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് സ്റ്റേഡിയത്തിലോട്ട് ആസ്യൂഷൻ നിങ്ങൾക്ക് അറിയാലോ, സ്റ്റേഡിയത്തിലൊക്കെ പോകുന്നത്. സ്റ്റേഡിയത്തിൽ പോയിട്ട് നോക്കാം അവിടെ നിന്ന് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നത്. ഒന്നും പ്ലാൻ ചെയ്യാണ്ട് ഞാനൊന്ന് പോയി നോക്കാൻ പോകണം എന്താവും എന്നുള്ളത്. അപ്പോഴത്തെ മൂഡ് അനുസരിച്ച് എന്താണ് അതിന് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ പോകാമെന്നുള്ള പ്ലാനാണ് ഞാനിങ്ങനെ ആദ്യം ആലോചിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും നോക്കാം, പ്ലാൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. സോ നമുക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങി വല്ലതും കഴിക്കാം. വിശന്നിട്ട് വയ്യ, വയറ് തളർന്നു പോകണം വിശന്നിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ഫുഡ്. കന
ഞാനങ്ങനെ സ്റ്റേഡിയത്തിൽ എത്തി മുർഷി ഇവിടെ ഉണ്ടായിരുന്നു. മുർഷി പറഞ്ഞാൽ അവൻ കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ എന്തിനാ പോയിട്ട് വന്നതാണ്. അപ്പോൾ ജേഴ്സി മാറിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പറ്റി എവിടെ ഇതുവരെ കാണുന്നില്ല. ഞാൻ അവൻ വന്നിട്ട് ഓക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ മൂവിക്ക് പോകാമെന്ന് പറഞ്ഞ പ്ലാനായിരുന്നു. അവനായിട്ട് മൂവിക്ക് പോകാൻ എനിക്കൊരു എന്താ പറയുക മറ്റേ പൃഥ്വിരാജ പടയില്ലേ വൺമാന എന്തോ ഒരു പടയില്ല അത് കാണാൻ പോകാന്നുള്ള പ്ലാനായിരുന്നു. അപ്പം അവൻ വന്നിട്ട് ഞാൻ ഈ സ്ട്രേഞ്ചേഴ്സിനെ അത് റാൻഡം കാണുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ട് പോകാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ട് പോകാമെന്ന് പറയുന്നത് ഞാൻ അല്ലാണ്ട് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ഞാൻ ഒരു ടീമിലേക്ക് ഞാൻ ജസ്റ്റ് അവരെ പുറകെ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പേടിച്ച് ഓടിക്കളഞ്ഞ്. അങ്ങനെയാണ് ആരെയും കിട്ടുന്നുമില്ല ഒന്നും സെറ്റാവുന്നില്ല എന്തിനാണ് എന്തോ അതല്ലേ അങ്ങനെ ഞാൻ ബ്ലോഗ് എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആരും കാണൂല, ഇവിടെ ഒരു പരിപാടി നടക്കൂല, ഒന്നും നടക്കൂല. പ്ലാൻ ചെയ്ത് ഒന്നാലും നടക്കൂല, പ്ലാൻ ചെയ്യാതെ ഒന്നാലും നടക്കത്തില്ല. എന്തൊരവസ്ഥയാണ് എന്തോ. എന്തായാലും നോക്കട്ടെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കാം എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ചെറിയ സംഭവം നടന്നു പക്ഷെ അവർ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ 2 പിള്ളേർ ഇപ്പം നടന്നു ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂവി ഡേറ്റിന് പോകാൻ താല്പര്യമാണെന്ന് ചോദിച്ചു. അപ്പം ഒരു പഞ്ചാബിയും ഒരു കേരളക്കാരും. പഞ്ചാബി കൊച്ചു ഒരു രക്ഷയില്ല കിള്ളം കൊച്ച്. അപ്പം നാളത്തേക്ക് ഇപ്പം ഞാൻ ഇപ്പം പോകാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർക്ക് ഇപ്പം പറ്റത്തില്ല, ഹോസ്റ്റലിലൊക്കെ ലേറ്റായിട്ട് വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളത്തേക്ക് അവർ വരാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ഐ ഡി തന്നിട്ടുണ്ട്, മെസ്സേജും അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം ഐ ഡി തന്നിട്ടുണ്ട്. അപ്പം നാളത്തേക്ക് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്ക് വൈകുന്നേരത്തേക്ക് പോകാൻ പറഞ്ഞിട്ട്. എന്താ അപ്പുറത്ത് ഞാനും പോകുന്നുണ്ട്. അപ്പുറത്ത് ഞാനും പോകുന്നില്ല. അല്ലല്ല അതിനൊക്കെ ഡൽഹിയിൽ നിന്നുള്ള പെർമിഷൻ കിട്ടിയാലേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. പഞ്ചാബിന്ന് നാടൻ പെൺകുട്ടിയെ കിട്ടിയെന്ന് പറയുന്ന കേട്ട്. ഇല്ല ഡൽഹിയിൽ നിന്നുള്ള പെർമിഷൻ കിട്ടിയാൽ ഞാൻ പഞ്ചാബിക്കാരെ കൊടുത്ത് കൊണ്ടുപോവാ. ഡൽഹിയിൽ നിന്ന് പെർമിഷൻ കിട്ടുമോ? ഞാൻ അറ്റത്തെങ്ങാണ്ട് വരുന്നോളാം. അല്ല ഡൽഹിയിൽ നിന്ന് പെർമിഷൻ കിട്ടുമെങ്കിൽ നിന്നെ കൊണ്ടുപോവാ. ഡൽഹിന്നൊക്കെ നമ്മള് ഡൽഹിയില് ഓക്കെ എന്തായാലും നോക്കട്ടെ. അത് പറ്റിയ നാളെ ഒരു വീഡിയോ ആകും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് മുഞ്ചി ഇവിടെ കൊണ്ട് അവസാനിച്ച്. എന്തായാലും നോക്കാം. അതാ ദാസ ഒരുമിച്ചിരുന്നല്ലോ അതന്നെ. പക്ഷെ അന്ന് ഭയങ്കര പുളിയായിരുന്നു, ഇന്ന് നല്ല രസമുണ്ട്. ഹർഷ നിന്നോട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനുള്ള യാത്രയിൽ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ദോശയിലെത്തിയിരിക്കുന്ന പൈ ദോശയിൽ ഇവിടുത്തെ ലൈം കിട്ടിയ ലൈമാണ്. വേറെ എവിടെ നിന്ന് വിളിച്ചിട്ട് ലൈം ഇത്രയും ടേസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളെന്നാൽ പോയി ഓർഡർ ചെയ്യട്ടെ. എനിക്ക് വേണ്ട, ഹാഷിറിനും ദാസേട്ടനും മാത്രം മതി. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ദോശകൾ. പൈ ദോശ, ഒണിയൻ ഊത്തപ്പം, ഒണിയൻ ദോശ, പൊടി ഒണിയൻ, എന്തൊക്കെയാണോ എന്തോ ഒരു പിടുത്തമില്ല. നമ്മൾ അവിടെ വന്നിട്ട് ഓർഡർ ചെയ്യുന്ന ഒറ്റ സാധനമുള്ളൂ. നമ്മൾ എല്ലാം നോക്കും. അവസാനം ഓർഡർ ചെയ്യുന്നത് മസാല ദോശ അല്ലെങ്കിൽ ഗീ റോസ്റ്റ് അല്ലെങ്കിൽ മറ്റേ എന്തുവാ എഗ് ദോശ. ഇതൊക്കെ തന്നെ നമ്മളിത് ഓർഡർ ചെയ്ത് ഓർഡർ ആകുമ്പോൾ ഇഷ്ടംപോലെ ഓർഡറുണ്ട്. പക്ഷേ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ഐറ്റം അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇവിടെ കഴിയും. ഇവിടുത്തെ ചൂടുവെള്ളത്തിന് എന്താണെന്ന് പറയുക പ്രത്യേക ടേസ്റ്റാണ്. ചൂടുവെള്ളം കുടിക്കുക നമ്മൾ എത്ര വേണേൽ കുടിച്ചു പോകും. എന്താണെന്നറിയാം ഇവിടുത്തെ ചൂടുവെള്ളത്തിന് ഇത്ര പ്രത്യേകത. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ച് നിർത്തത്തില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് കുടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയോ എന്താ ഇതിൻ്റെ സീക്രട്ട് എന്നുള്ളത്? എന്തൊക്കെയായിരുന്നില്ല ഇന്ന് രാവിലെ വെഡിങ് ആനിവേഴ്സറി, അതിന് സ്റ്റേഡിയത്തിൽ നിന്ന് പോസ്റ്റ്, നാളെ മൂവിക്ക് പോകാൻ വേണ്ടി 2 പിള്ളേരെ സെറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ദോശ കഴിക്കാൻ വേണ്ടി പൈ ദോശ വന്നിരിക്കുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ മാം, നൈസ്. കൊള്ളാം നല്ല എന്തായാലും ഞാൻ ദോശ ഓർഡർ ചെയ്തു. ഞാനിപ്പം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, സമയത്ത് ഫുഡ് കഴിക്കുക. അതായത് ഒരുപാട് ലേറ്റായിട്ട് ഫുഡ് കഴിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഫുഡ് കഴിക്കും. സോ അത് കാരണം ഞാൻ ഹെൽത്തി ആയിട്ടൊരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വരട്ടെ ജ്യൂസ് വയ്യ. ഗൈസ് ഇതാണ് ദാസൻ്റെ തട്ടിൽ കുട്ടി ദോശ. ദാസൻ്റെ തട്ടിൽ കുട്ടി ദോശ, തട്ടിൽ കുട്ടി ദോശ. ഇത് എഗ് ദോശ, ഇത് സോൾട്ട് ആൻഡ് പെപ്പർ. എനിക്കിഷ്ടപ്പെട്ട എഗ് ദോശ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്, കിട്ടില്ല ടേസ്റ്റ്. പക്ഷേ പൈ ദോശയിൽ ഇത് ദോശയിലും നല്ല ദോശയാണ് സത്യം പറഞ്ഞാൽ. സീരിയസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൽക്കാലത്തേക്ക് ജ്യൂസ് മാത്രമേ കുടിക്കുന്നുള്ളൂ. പൈ ദോശയുടെ ദോശ എല്ലാം അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളൂ, എന്തുവാ ഒരു ഇച്ചിരി കോസ്റ്റ്ലി ആണെന്നില്ല. പക്ഷേ കഴിക്കുന്ന സാധനം സാധനത്തിന് അതിനടുത്തുള്ള വെർത്തുണ്ട്. അത് തന്നെ സാധനം ഒരു രക്ഷയില്ല. 4 ടൈപ്പ്, ആ 2 ടൈപ്പ് ചമ്മന്തി, ഒരു സാമ്പാർ, ഒരു അച്ചാർ, ഇത്ര ഐറ്റം ഉണ്ടാവും. അത് കഴിച്ച സാറ്റിസ്ഫാക്ഷൻ എൻ്റെ പീക്കാണ് നമ്മളെ. പൈ ദോശയുടെ ലെവലിറങ്ങി വണ്ടി നോക്കിയാൽ മതി. ഇതേതാണ് ഫോർച്യൂണറിൻ്റെ ഏതോ വേറൊരു
ബെൻസ്, വോക്സ് വാഗണ്, പിന്നെ അപ്പുറത്തെ വാഗണർ, ഇതൊക്കെ നടക്കണം. ഫുൾ എക്സ്പെൻസീവ് വണ്ടികളുടെ കളിയാണ്. പിന്നെ അതിൻ്റെയൊക്കെ മാരുതി. നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് തെണ്ടി തിരിഞ്ഞ് നടന്ന് തിരിഞ്ഞ് എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയൊന്നും യാതൊരു ഐഡിയയില്ല. എന്തായാലും നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. എനിക്ക് കിടന്നുറങ്ങണം. അപ്പം 5-6 ദിവസം കണ്ടിന്യൂസ് അടുപ്പിച്ച് ഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ നാളത്തെ ഒരു ഷൂട്ടില്ല. സോ റെസ്റ്റാണ്. ഒരാശ്വാസം. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ കുഞ്ഞു വീഡിയോ, ഇത് എന്താവും എങ്ങനെ എനിക്കറിയാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ സന്ധിക്കുമ്പോഴേക്കും വണക്കം.